ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. പ്രകൃതി സ്നേഹി കഥ തുടരുന്നു. തൃശ്ശൂരിലെ പ്രശസ്തമായിട്ടുള്ള സംഗീത ക്ലബ്ബ് ആയ അമൃത ഗീതത്തിലെ ഒരു അംഗമായിരുന്നു പ്രീത വർമ്മ. അവരുടെ എല്ലാ മാസത്തെ സംഗീത പരിപാടികളും അവർ മുടക്കമില്ലാതെ ആസ്വദിക്കും ആയിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നവംബർ അവസാന വാരത്തോടുകൂടി അവർ വാർഷിക ആഘോഷങ്ങളും നടത്തുക പതിവായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഇപ്രാവശ്യത്തെ വാർഷിക ആഘോഷത്തിൽ പ്രീത വർമ്മയ്ക്ക് സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിനുള്ള സന്ദർഭം ലഭിച്ചു. ആ ഒരു ആഴ്ചത്തെ പരിപാടി തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ചാണ് നടത്തുന്നത് എന്ന അറിവും ലഭിച്ചു. ആ ഒരു ആഴ്ച മുഴുവനും പ്രീത വർമ്മയും വിമൽ കുമാറും ആ ഒരു പരിപാടിയിൽ മുടക്കമില്ലാതെ പങ്കെടുത്ത് ആ ഒരു പരിപാടി ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പ്രീത വർമ്മയുടെ പരിപാടി ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ വിമൽ കുമാർ വളരെ ആനന്ദപ്രദമായിട്ടാണ് കാണുവാനായി കഴിഞ്ഞത്. സംഗീതാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളതും ആരോഗ്യത്തിന് സുഖം നൽകുന്നതും ആണെന്ന് വിമൽ കുമാറിന് മനസ്സിലായി. കൂടാതെ ഡിസംബറിൽ ഗുരുവായൂരിൽ നടക്കുന്നതായിട്ടുള്ള ഏകാദശി ഉത്സവത്തിനും പ്രീത വർമ്മയുടെ സംഗീത കച്ചേരി ആയിരുന്നു. അതിന് പങ്കെടുക്കുന്നതിനായി തലേ ദിവസം തന്നെ ഗുരുവായൂരിൽ ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവർ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയ ശേഷം അടുത്ത ദിവസത്തെ പരിപാടി അവർ ആസ്വദിച്ച് ആസ്വദിച്ച ശേഷം 2-3 ദിവസം അവിടെ കഴിച്ചുകൂട്ടി ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളതായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ജീവിതമാണ് വിമൽ കുമാറും പ്രീത വർമ്മയും നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ഈ പരിപാടികൾ കഴിഞ്ഞ് സന്തോഷകരമായി ഇരിക്കുന്ന സമയത്ത് വിമൽ കുമാർ ഒരു സായാഹ്നത്ത് എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കി നല്ല രസകരമായിട്ടുള്ള ഒരു സമൂഹം ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. ലേ ഷാട്ലിയർ തത്വപ്രകാരം അസന്തുലിതാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമൂഹം വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അസന്തുലിതമായ ഈ സമൂഹം തീർച്ചയായും സന്തുലനാവസ്ഥയിലേക്ക് വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസം വിമൽ കുമാറിന് ഉണ്ടായിരുന്നു.
അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം മനുഷ്യർ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ള അഴിമതികളും അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, കോറി പ്രവർത്തനങ്ങൾ, മണൽ മാഫിയ തുടങ്ങിയ വളരെ അധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ദോഷങ്ങളാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ വിമൽകുമാറിന് ഒരു കാര്യം മനസ്സിലായി. ഈ അസന്തുലിതാവസ്ഥയിൽ ഉള്ളതായിട്ടുള്ള ഈ സമൂഹത്തെ വീണ്ടും സന്തുലനാവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകൃതി ശ്രമിക്കുന്നത് എന്നാണ് വിമൽകുമാറിന് മനസ്സിലായത്. അങ്ങനെ പ്രകൃതിയുടെ നന്മ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനുഷ്യർ അസന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ഈ സമൂഹത്തെ പ്രകൃതി തൻ്റെ പരമാവധി കഴിവും ഉപയോഗിച്ച് വീണ്ടും സന്തുലനാവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലം ആയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. തീർച്ചയായും പ്രകൃതിക്ക് മനുഷ്യരോടോ മൃഗാദികളോടോ യാതൊരു വൈരാഗ്യവും ഇല്ല. നല്ല ഒരു സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് പ്രകൃതിക്കുള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രകൃതിക്ഷോഭം എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ നടക്കുന്നത്. ഈ ഒരു കാലത്തിന് ശേഷം നല്ല ഒരു സമൂഹം, മനുഷ്യരും മൃഗാദികളും പ്രകൃതിയും ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും എന്ന് വിമൽകുമാർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.